കാമാഗാനി. കാമാഗാനി എന്ന് പറയുന്നത് ബേസിക്കലി രാജസ്ഥാനി ലാംഗ്വേജാണ്. അതായത് നമസ്കാരം, ഗ്രീറ്റിംഗ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് കാമാഗാനി. സോ കാമാഗാനി, വെൽക്കം ടു മൈ രാജസ്ഥാൻ വ്ലോഗ്. സോ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അംബർ ഫോർട്ടിലോട്ടാണ്. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ സൈറ്റിൽ ഒതുക്കിയതിന് ശേഷം നമ്മളിപ്പം ആ പാലസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് ഈ കാണുന്നതാണ് അംബർ ഫോർട്ട് അല്ലെങ്കിൽ അമർ ഫോർട്ട്. അപ്പം ഇവിടെ നിന്ന് ആക്ച്വലി ഒരു 15 മിനിറ്റേ ഉള്ളൂ നമുക്ക് താഴ്ന്ന് നടന്നു പോകാനായിട്ട്. പക്ഷെ നല്ല വെയിലാണ്. കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ നിന്ന് ഒരു ജീപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജീപ്പിൽ പോകുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ നല്ല ദൂരം ഉണ്ടായിരിക്കും. ഒരു 3-3:30 ആയപ്പോഴത്തേനാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു. പിന്നെ ജീപ്പ് വിളിച്ച് വന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ദബാങ്, ബൂൽബുലയ ഈ 2 മൂവീസ് ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണ് ഇതായത്. അപ്പം ജീപ്പിൽ നമ്മൾ വരികയാണെങ്കിൽ അവരവിടെ എല്ലാം നിർത്തി നമ്മളെ ഇവിടെയൊക്കെ കാണിച്ചിട്ടായിരിക്കും അമർ ഫോർട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. താണ്ട ഈ ഒരു പ്ലേസ് കണ്ടില്ലേ, ഇവിടെയാണ് ദബാങ് സിനിമയിൽ ഐശ്വര്യ റായുടെ ഒരു സോങ് ഷൂട്ട് ചെയ്ത സ്ഥലം. ഇതിൻ്റെ മുകളിലെല്ലാം നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ അത് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഒന്നും പോകാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. ദെൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ അമർ ഫോർട്ട് നന്നായിട്ട് കാണാൻ പറ്റും. പൈസ 1500 രൂപ. ഓ വേണ്ട, ഞാൻ ഇത് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടില്ല വച്ചേക്കുന്നേ. ഒരു 10-15 മിനിറ്റ് നമ്മൾ അവിടെ നിന്നതിന് ശേഷം ഇറങ്ങാൻ നേരമാണ് കുറേ പേര് രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി. എന്തായാലും രാജസ്ഥാൻ വരെ വന്നതല്ലേ, എന്തെങ്കിലും മെമ്മറിയിൽ സൂക്ഷിക്കാനായിട്ട് വേണമല്ലോ. അങ്ങനെ ഞാനും പോയി രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ 200 രൂപയാണ് അവർ പറയുന്ന റേറ്റ്. അത് ഈ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്ത് തരുന്നതിനാണ് 200 രൂപ. 3 ഫോട്ടോസ് ആയിരിക്കും അവരെടുത്ത് തരിക. പക്ഷേ നമുക്കതിനകത്തുനിന്ന് ഒരു ഫോട്ടോ മാത്രമേ അവർ തരത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഫോണിൽ എടുക്കാനും പറ്റില്ല. ഇതിപ്പോൾ അവർ കാണാണ്ട് അവരെനിക്ക് തോന്നുന്നു അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന്. അപ്പോൾ മാമി എടുത്ത വീഡിയോ ആണിത്. ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോസ് ഉണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അയാൾ പറയുന്നുണ്ട് ഫോട്ടോ അലൗഡ് അല്ല, ഫോട്ടോ എടുക്കാൻ പറ്റൂല. അങ്ങനെ അവസാനം അവർ തന്നെ അവരുടെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഫോട്ടോ തരും. അവര് മേടിച്ചു പോയി, അവര് മേടിച്ചു. അതാ ഒരു ഹോൺ. പിന്നെ സംഭവം മോളിൽ രസമുണ്ടാവും. പക്ഷെ മോളിൽ കയറാൻ പറ്റുന്ന ഒരു പാടുണ്ടല്ലോ. ഇങ്ങനെ എന്തിന് 2 ടയർ ബാക്ക് വെച്ചിട്ട് അയാൾ നടക്കും. ഞാന് മുഖാമുഖ പോലും കൂടുതൽ പോവില്ല. ഈ റോഡില്ല, ഇതിന്റെ അത്രയും വീതിയില്ല. റോഡിൽ അവൻ വണ്ടി വളർന്നു, അവന്റെ കാറ്. അത് റിവേഴ്സ് എടുക്കുമ്പോ
അവിടുന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് ഡ്രസ്സെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ജീപ്പിൽ കയറി നേരെ അമ്മ ഫോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നല്ല ബ്ലോക്കായിരുന്നു, ഇങ്ങനെ നിർത്തിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ മുകളിൽ ചെന്ന് കയറുന്ന സൈഡിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം തന്നെ സൈഡിലായിട്ട് കുറേ നല്ല അടിപൊളി ഐറ്റംസ് എല്ലാം കാണാൻ പറ്റും. ആക്ച്വലി ജയ്പൂർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല റേറ്റ് കുറവായിരുന്നു ഇവിടുത്തെ സാധനങ്ങൾക്ക്. നമ്മൾ കയറുന്ന സമയത്ത് കുറേ സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴാണ് നമ്മൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അമർ ഫോർട്ടിലെത്തി. ജയ്പൂരിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അമർ ഫോർട്ടിലോട്ട് വരാനായിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് ഈ അംബർ ഫോർട്ട് അല്ലെങ്കിൽ അമർ ഫോർട്ട്. നമ്മുടെ വാഹനങ്ങൾ താഴെ പാർക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ നടന്നു വരുമോ അല്ലെങ്കിൽ നമ്മൾ വന്ന കണക്ക് ജീപ്പിൽ വരികയോ ചെയ്യാം. ജീപ്പിൽ 400 അവർ പറയുമെങ്കിലും 200 ആവുള്ളൂ. ഇതാണ്ട് ഇവിടുന്ന് നേരെ ആ കാണുന്ന എൻട്രൻസിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പോയി ടിക്കറ്റ് എടുക്കണം. ₹100 ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം അവിടെ സൈഡിലായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് ഇതെല്ലാം. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. 1592 മാൻസിംഗ് ആണ് ഈ ഒരു കോട്ട പണിഞ്ഞിട്ടുള്ളത്. വൈറ്റ് മാർബിളും സാൻഡ് സ്റ്റോണും എല്ലാം ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദിവാനി ആമാണ് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം. അതേപോലെ കുറേയധികം സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ ചുറ്റിന് കയറി പോകുമ്പോഴെല്ലാം കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതലും ഇവിടെ സ്റ്റെപ്സ് ആണ്. ഈ കാണുന്നതാണ് ജേക്കബ് ഫോർട്ട്. നമുക്ക് അമർ ഫോർട്ടിൽ നിന്നാൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഫോർട്ട് കാണാൻ പറ്റും. അതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ അധികം ആൾക്കാർ പോകുന്നതായിട്ട് നമ്മൾ കണ്ടതുമില്ല. കുറേ അധികം മൂവീസിൻ്റെ ഷൂട്ടിംഗ് നടന്ന ഒരു സ്ഥലമാണ് ഈ അമർ ഫോർട്ട്. ദബാഗ്, ഭൂൽ ഭുലയ്യ, അതേപോലെ നമ്മുടെ മലയാളത്തിൽ നിവിൻ പോളിയും ആസിഫ് അലിയും അഭിനയിച്ച മഹാവീര എന്ന മലയാളം മൂവിയുടെ ഷൂട്ടിംഗ് വരെ ഇവിടെയാണ് നടന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയ രീതിയിലൊരു ഗാർഡനൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അമർ ഫോർട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്സിലെ എല്ലാ ചിത്രങ്ങളും വരച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും ഒക്കെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ചാറ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. വന്നോ ആ ഇനി നമുക്കൊരു ലവ് സ്റ്റോറി കേട്ടാലോ. മലനിരകൾക്ക് താഴെ ഒരു ഗാർഡൻ ഉണ്ട്. രാജാ ജയസിംഗ് നിർമ്മിച്ച സിസോദിയ റാണി ഗാർഡൻ. ഈ ഗാർഡൻ ജയസിംഗ് രാജാവിൻ്റെ പ്രണയത്തിൻ്റെ പ്രതീകമാണ്. കാരണം ഉദയപൂരിൽ നിന്ന് വിവാഹം കഴിച്ച സിസോദിയ റാണിയോട് അദ്ദേഹത്തിനൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. റാണിക്കാണെങ്കിൽ പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടവും. അതുകൊണ്ടാണത്രേ റാണിയുടെ ഇഷ്ടം മനസ്സിലാക്കിയ രാജാവ് ആരവല്ലി മലനിരകളുടെ താഴെ ഈ ഗാർഡൻ നിർമ്മിച്ചത്.
അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു തടാകം കാണാൻ സാധിക്കും. അതാണ് മാവൂത്തി തടാകം. അന്നത്തെ കാലത്ത് ഒരു പ്രധാന ജലസ്രോതസ്സായിരുന്നു ഈ തടാകം. അങ്ങനെ അമോ ഫോർട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇറങ്ങിയതിന് ശേഷം നേരെ വന്നേക്കുന്നത് ജൽ മഹാലിലോട്ടാണ്. രാജസ്ഥാനിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ ജൽ മഹാൽ. വൈകുന്നേരങ്ങളിൽ വരികയാണെങ്കിൽ ക്യാമൽ റൈഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ പിള്ളേർക്ക് കളിക്കാനുള്ള നല്ല സ്പേസും ഇവിടെ ഉണ്ട്. പിന്നെ ജൽ മഹാലിനോട് ചേർന്ന് കിടക്കുന്നതാണ് സാഗർ ലേക്ക്. ജൽ മഹാൽ അല്ലെങ്കിൽ വാട്ടർ പാലസ് എന്നും ഇതിനെ പറയും. महल जल महल आमेर फोर्ट सब मिल जाएगा. देखिए शीश महल भी है. മാധവ് സിംഗ് 1750 ഷൂട്ടിംഗ് ലോഡ്ജ് ആക്കി നിർമ്മിച്ച കൊട്ടാരമാണ് ഇത്. അദ്ദേഹം ചൂട് കാലത്ത് കൂളാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ താമസിക്കാൻ ഉണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ട്. ആക്ച്വലി ഇത് 5 നിലയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 2 നില കാണാൻ സാധിക്കും. 3 നില വെള്ളത്തിനടിയിലാണ്. ദെൻ നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷം ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.